കേന്ദ്ര സർക്കാർ പദ്ധതിയായ അപൂർവ ധാതു ഇടനാഴികൾ കൈകോർത്ത് കേരളം. സംസ്ഥാന ബജറ്റിൽ 100 കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയത്. വിദഗ്ധ ഏജൻസി വഴി വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കാനും നീക്കമുണ്ട്. കേന്ദ്രം പ്രഖ്യാപിച്ച റെയർ എർത്ത് ഇടനാഴിയെ സംശയത്തോടെ കണ്ട കേരളവും ചുവട് മാറ്റുന്നു. ധാതു ഖനനത്തിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കുമായി സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ടാണ് കേന്ദ്ര തുടർച്ചയുടെ ഭാഗമായുള്ള പദ്ധതിയെ VD സർക്കാരും ഏറ്റെടുത്തിരിക്കുന്നത്. 100 കോടി രൂപയാണ് ബജറ്റിൽ ഇതിനായി വകയിരുത്തിയത്. ആഗോള നിർമ്മാണ ഹബ്ബായി മാറുന്ന രാജ്യത്തിനൊപ്പം കേരളത്തെയും എത്തിക്കുക എന്നതാണ് പദ്ധതി ഏറ്റെടുക്കുന്നതിലൂടെ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. വിഴിഞ്ഞം തുറമുഖത്തു നിന്ന് ചവറയെയും കൊച്ചിയെയും ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് റെയർ എർത്ത് കോറിഡോർ സംവിധാനം. ധാതുക്കൾ ഖനനം ചെയ്യുന്നിടം മുതൽ അവ ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, ഇവ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾ എന്നിവയെല്ലാം പദ്ധതിയിലൂടെ സ്വകാര്യ നിക്ഷേപം ആകർഷിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ കഴിയും. വീണ്ടും പുറകിലേക്ക് നടന്നു പോകും കേരളം. അതുകൊണ്ട് സ്വകാര്യ നിക്ഷേപത്തെ പൂർണ്ണമായി പ്രോത്സാഹിപ്പിക്കും. മിനറൽ കോറിഡോർ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച പോളിസി അനുസരിച്ചിട്ടാണ്. ഏറ്റവും വലിയ അപൂർവമായ റെയർ എർത്തിന്റെ കോറിഡോറാണ് കേരളം. സ്വകാര്യ നിക്ഷേപം പാടില്ല എന്ന് പറഞ്ഞാൽ ആ പോളിസിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതേസമയം തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലാണ് പദ്ധതി നിലവിലുള്ളത്. ജനം, തിരുവനന്തപുരം.